സ്ത്രീകൾക്കാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 10 മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്താണ് ഈ അസുഖം കാര്യമായിട്ട് കണ്ടുവരുന്നത്. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്ന് തരുന്ന ചില സൂചനകളാണ്. മൈഗ്രെയിൻ തലവേദന ചിലർക്ക് 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാറുണ്ട്, ചിലർക്ക് 3 ദിവസം വരെയും നീണ്ടു നിൽക്കാറുണ്ട്. വിഷൻ ഡിസ്റ്റർബൻസിനോട് കൂടെ വരുന്ന മൈഗ്രെയിൻ. പിന്നെ ഒന്ന് നമ്മുടെ മൈഗ്രെയിൻ വരുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഇംബാലൻസ് വരിക. ഫുഡ് നമ്മൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. വിശപ്പ് മൈഗ്രെയിനെ ട്രിഗർ ചെയ്യും. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക. നമ്മുടെ സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞാലും കൂടിയാലും മൈഗ്രെയിൻ വരും. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷീബ, ആയുർവേദിക് ഫിസിഷ്യനാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു തലവേദനയാണ്. എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല. എന്നാൽ മൈഗ്രെയിൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു തലവേദനയാണ്. തലയുടെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ 2 ഭാഗത്തോ ആയിട്ട് വരുന്ന പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു തലവേദനയാണ് മൈഗ്രെയിൻ. ഇതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ഛർദി ഉണ്ടാവും, ചിലർക്ക് ശബ്ദത്തോടും വെളിച്ചത്തോടും തീവ്രമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. മൈഗ്രെയിൻ അറ്റാക്ക് 2 വിധത്തിൽ വരാം. ഒന്ന് ഓറയോട് കൂടിയും ഒന്ന് ഓറയില്ലാതെയും. ഓറ എന്ന് പറയുന്നത് നമുക്ക് മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്ന് തരുന്ന ചില സൂചനകളാണ്. അത് ചിലർക്ക് നമ്മുടെ കണ്ണിന് മുമ്പിൽ ചില ബ്ലാക്ക് ഡോട്ട്സ് കാണുന്ന മാതിരി തോന്നുക, ചിലർക്ക് നമ്മുടെ ചെവി മൂളണതായിട്ട് തോന്നുക, ചിലർക്ക് ചില ടേസ്റ്റുകളും ചില സ്മെല്ലുകളൊക്കെ ഇല്ലാത്ത സ്മെല്ലും ടേസ്റ്റൊക്കെ ഉള്ളതായിട്ട് തോന്നുക. ഇങ്ങനത്തെ ചില ഫീലിങ്ങുകളാണ് ഓറ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ തലവേദന ചിലർക്ക് 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാറുണ്ട്, ചിലർക്ക് 3 ദിവസം വരെയും നീണ്ടു നിൽക്കാറുണ്ട്, ചിലർക്ക് ഒരു മാസത്തിൽ 2-3 തവണ വരാറുണ്ട്, ചിലർക്ക് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നവരും ഉണ്ട്. മൈഗ്രെയിൻ്റെ ശരിയായ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും റീസെൻ്റായിട്ടുള്ള ചില തിയറികൾ പറയണത് ചില നെർവ് സെൽസ് പുറപ്പെടുവിക്കുന്ന സിഗ്നൽസ് നമ്മുടെ ട്രൈജെമിനൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ട്രൈജെമിനൽ നെർവ്സാണ് നമ്മുടെ ഈ ഹെഡിൻ്റെയും ഫേസിൻ്റെയും സെൻസേഷൻ തരുന്നതാണ്. ഈ നെർവ് സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം ചില സെറോട്ടോണിൻ CGRP എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഇതിനൊക്കെ റിലീസ് ചെയ്യും. ഈ CGRP റിലീസ് ചെയ്യുമ്പോൾ CGRP കാരണം നമ്മുടെ ബ്രെയിനിലുള്ള ചില ബ്ലഡ് വെസൽസ് സ്വെല്ല് ചെയ്യും. ഇത് കാരണമാണ് മൈഗ്രെയിൻ വരുന്നതെന്നാണ് ഒരു പഠനം. സ്ത്രീകൾക്കാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 10 മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്താണ് ഈ അസുഖം കാര്യമായിട്ട് കണ്ടുവരുന്നത്. 40 വയസ്സ് കഴിഞ്ഞാൽ ഈ അസുഖം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖം കൂടിയാണ്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില അസുഖങ്ങൾ, അതായത് ഡിപ്രഷൻ, വിഷാദരോഗം, പിന്നെ ആങ്സൈറ്റി, പിന്നെ അപസ്മാരം, ഇങ്ങനത്തെ ചില അസുഖങ്ങളുള്ളവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. മൈഗ്രെയിൻ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് മെൻസ്ട്രൽ മൈഗ്രെയിൻ, സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് മാത്രം വരുന്ന മൈഗ്രെയിൻ. പിന്നെ ഒന്ന് ഒക്കുലാർ മൈഗ്രെയിൻ, അതായത് നമ്മുടെ വിഷൻ ഡിസ്റ്റർബൻസിനോട് കൂടെ വരുന്ന മൈഗ്രെയിൻ. പിന്നെ ഒന്ന് നമ്മുടെ മൈഗ്രെയിൻ വരുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഇംബാലൻസ് വരിക, അങ്ങനത്തെ ഒരു മൈഗ്രെയിൻ ഉണ്ട്. പിന്നെ മൈഗ്രെയിൻ വരുന്നതിനൊപ്പം നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോണമാതിരി തോന്നുക, അങ്ങനത്തെ ടൈപ്പ് ഒരു മൈഗ്രെയിൻ ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള മൈഗ്രെയിൻ ഉണ്ട്. സാധാരണയായി കണ്ടുവരുന്നത് മെൻസ്ട്രേഷൻ മൈഗ്രെയിൻ ആണ്, അതായത് മെൻസ്ട്രേഷൻ്റെ കൂടെ വരുന്ന മൈഗ്രെയിൻ. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന മൈഗ്രെയിൻ സ്ട്രെസ്സ് കാരണം വരുന്ന മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ നമുക്ക് വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വരാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ സമയത്തിന് ഫുഡ് കഴിക്കുക, മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. സാധാരണയായി കണ്ടുവരുന്ന മൈഗ്രെയിൻ സ്ട്രെസ്സ് കാരണം ഉണ്ടാവുന്ന മൈഗ്രെയിൻ ആണ്. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക. പിന്നെ ഒരെണ്ണം ഫുഡ് നമ്മൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. വിശപ്പ് മൈഗ്രെയിനെ ട്രിഗർ ചെയ്യും. പിന്നെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ഫുഡാണ് മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുക. ചിലർക്ക് ചീസായിരിക്കാം, ചിലർക്ക് ചോക്ലേറ്റ് ആയിരിക്കാം, ചിലർക്ക് ഫുഡിലുള്ള ചില അഡിറ്റീവ്സ് ആയിരിക്കാം, അതായത് അജിനോമോട്ടോ പോലെയുള്ള ചില അഡിറ്റീവ്സ്, ചിലർക്ക് ഈസ്റ്റ്, ചിലർക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഒരുപാട് പേർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യണതായിട്ട് കാണാറുണ്ട്. പിന്നെ ജങ്ക് ഫുഡ്സ്, കൂടുതലായിട്ട് നമ്മുടെ ദഹനത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഷുഗറി ഡ്രിങ്ക്സ്, കൊക്കോകോള പോലത്തുള്ള ഭയങ്കര ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കഴിക്കുക. ഇതൊക്കെ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമ്മുടെ ദഹനത്തിനനുസരിച്ച് എളുപ്പം ദഹിക്കുന്ന ഫുഡുകൾ കഴിക്കുക. പിന്നെ ഒരെണ്ണം ഉറക്കമാണ്. നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക. നമ്മുടെ സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞാലും കൂടിയാലും മൈഗ്രെയിൻ വരും. പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് പൊതുവെ ഒരു റുട്ടീനിലുള്ള ലൈഫ് സ്റ്റൈലേ പറ്റുള്ളൂ. അതായത്
നമ്മൾ എന്താണോ എല്ലാ ദിവസവും ചെയ്യണത് അതേപോലത്തെ ഒരു റൂട്ടീൻ തന്നെ കീപ്പ് ചെയ്യുക. അതിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ എപ്പോഴും മൈഗ്രെയിനെ ട്രിഗർ ചെയ്യും. അതായത് നേരത്തെ എണീക്കുക, വൈകി കിടക്കുക, സമയം തെറ്റി ഭക്ഷണം കഴിക്കുക, സാധാരണ കഴിക്കാത്ത ഫുഡ് കഴിക്കുക, ഇതൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ആവും. മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, പിന്നെ മൈഗ്രെയിൻ വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് എല്ലാ മാസവും 3-4 തവണ മൈഗ്രെയിൻ വരുന്നവരാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാസത്തിൽ 1 തവണയായും ക്രമേണ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് 6 മാസത്തിൽ 1 തവണ, പിന്നെയും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് 12 മാസത്തിൽ 1 തവണ എന്നുള്ള മാതിരി കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ആയുർവേദത്തിൽ മൈഗ്രെയിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇൻറ്റേർണൽ മെഡിസിൻസ് കുറച്ചധികം നാൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, തലവേദന കുറയ്ക്കുന്നതിനായിട്ടുള്ളത്. പിന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ്, അതായത് തളം എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചില മെഡിസിനൽ പൗഡേഴ്സ് പാല് ചേർത്തോ അല്ലെങ്കിൽ എണ്ണ ചേർത്തോ നമ്മുടെ നെറുകയിൽ വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് തളം. മൈഗ്രെയിൻ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. കച്ചൂരാതി പോലെ തലയ്ക്ക് തണുപ്പ് തരുന്ന ചില പൊടികൾ ഈ തളത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരെണ്ണം ഫോർഹെഡിൽ, നമ്മുടെ നെറ്റിയിൽ ചില മെഡിസിനൽ പേസ്റ്റ് ലേപങ്ങൾ അപ്ലൈ ചെയ്യണതാണ്. അതും അതിനായിട്ട് ചില മെഡിസിൻസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യണതും മൈഗ്രെയിൻ വരുമ്പോൾ ഉള്ള പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശിരോധാര പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും വരുന്ന ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയും ഒക്കെ ശിരോധാര വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ നെറ്റിയിലൊരു 45 മിനിറ്റ് തുടർച്ചയായിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒഴിക്കുന്നതിനാണ് ശിരോധാര എന്ന് പറയണത്. പിന്നെ നസ്യം എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ്, മൂക്കിൽ എണ്ണ ഒഴിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇത് സ്ഥിരം നമ്മൾ അണുതൈലം പോലെയുള്ള ചില മരുന്നുകൾ കൊണ്ട് ദിവസേന നമ്മുടെ മൂക്കിൽ മരുന്ന് ഒഴിക്കണത് മൈഗ്രെയിൻ കുറയുന്നതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റാണ്, നമ്മുടെ വിരേചനം വയറിളക്കണ പോലെയുള്ള ചില ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് മൈഗ്രെയിൻ വളരെയധികം കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. മേൽപ്പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ഓരോ രോഗത്തിൻ്റെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കുറച്ച് നാളത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. എന്നാലും മൈഗ്രെയിനെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.